ഹലോ ഗൈസ്, വെൽക്കം ടു GJ Verse. ദിസ് ഇസ് മീ GJ. ഇന്ന് നമുക്ക് മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ ബോബൻ സാമുവൽ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യും. സോ മച്ചാന്റെ മാലാക സൗബിൻ മച്ചാനാണ് നായകനായിട്ട് വന്നിരിക്കുന്നത്. സോ ആ ഒരു ആള് വന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മച്ചാന്റെ മാലാക എന്ന് പേരിട്ട്, അല്ലാതെ ഇതിലൊരു ഫ്രീക്കി കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ടൊരു കുട്ടി വരുന്നത് അങ്ങനെയൊന്നും അല്ല. സോ മേ ബി സൗബിൻ നായകനായിട്ട് വന്നുകൊണ്ടായിരിക്കും അതിന്റെ പേര് അങ്ങനെ ഒരു രീതി വന്നത്. എനിവേസ് മച്ചാന്റെ മാലാക സിനിമ വളരെ എന്താ പറയുക, ഒരു ബിലോ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും അതിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. സൗബിൻ നായകനായിട്ട് വന്നിട്ടുള്ള സിനിമയാണിത്. ധ്യാൻ ശ്രീനിവാസന്റെ പ്രസൻസ് ഉണ്ട്. പിന്നെ നമിത പ്രമോദ് കുറച്ച് നാളിന് ശേഷം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് അതിനോടൊപ്പം തന്നെ ദിലീഷ് പോത്തൻ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. ശാന്തി കൃഷ്ണ ഇതിലൊരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ അത്രയും ഒരുപാട് സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിലും സിനിമ വളരെ ഒരു ആവറേജിനെക്കാട്ടിലും താഴെ നിൽക്കുന്ന ഒരു തരത്തിലുള്ളൊരു സിനിമയാണ്. സോ ഇതിനൊരു ബേസിക് സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബസ് കണ്ടക്ടർ ആയിട്ടുള്ള മനുഷ്യൻ തേപ്പൊക്കെ കിട്ടി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി കല്യാണമൊന്നും കഴിഞ്ഞിട്ട് കുറച്ച് ഏജായി. അപ്പോൾ പുള്ളി ഇങ്ങനെ ബസ്സിലൊരു സ്ത്രീയായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അവരുമായിട്ടൊരു വഴക്കുണ്ടാവുകയും തുടർന്ന് വഴക്ക് പ്രണയത്തിലേക്ക് എത്തുമല്ലോ. സിനിമ അങ്ങനെയാണല്ലോ, വർഷങ്ങളായിട്ടുള്ള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു സ്ഥിര പ്ലോട്ടാണല്ലോ, വഴക്കിൽ നിന്ന് പ്രണയത്തിലേക്ക്. സോ അതുപോലെ തന്നെ ഈ സിനിമയിലും വഴക്കിൽ നിന്നും അവർ പ്രണയത്തിലേക്ക് എത്തുകയാണ്. പ്രണയം, വിവാഹത്തിന് ശേഷമാണ് പിന്നീട് എന്താണ് ഈ മാലാഖയുടെ യഥാർത്ഥ സ്വഭാവം, മാലാഖയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സംഭവമാണ് ഈ സിനിമ കാണിച്ചു വയ്ക്കുന്ന ഒരു പ്ലോട്ട്. സോ ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. പക്ഷേ ആ ഒരു ബേസിക് ത്രെഡ് കൊള്ളാം. അതായത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ ഇന്നത്തെ കാലത്ത് പീഡനങ്ങൾ നേരിടുന്നുണ്ട്, മാനസികമായിട്ട് ശാരീരികമായിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇതിൽ നമിത പ്രമോദ് കുറച്ച് നാളിന് ശേഷം ഒരു പ്രധാന കഥാപാത്രമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ സൗബിൻ്റെ ഭാര്യയായിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകതയുള്ള ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യേണ്ടത്. അതായത് വളരെ ക്വിക്ക്ലി മൂഡ്സ് സ്വിച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യേണ്ടത്. പെട്ടെന്ന് ഇങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ ടപ്പെന്ന് പറഞ്ഞ് മാറി ഒരു നെഗറ്റീവിലേക്ക് പോകുന്ന രീതിയിലുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അത് നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ അവർക്ക് മലയാള സിനിമയിൽ ഒരു നല്ല സ്ഥാനം തന്നെ ഉണ്ടെന്ന് അവർ പിന്നെയും ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. സൗബിനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാമല്ലോ, സൗബിൻ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയിലുള്ള അതേ പാറ്റേണിലുള്ള ആക്ടിങ് ആണ്. ഒരു വ്യത്യാസവും ഇല്ല. വൈക്കിളപ്പ എന്ന് പറഞ്ഞ് മറ്റേ നമ്മുടെ ഭീഷ്മപർവ്വത്തിൽ കാണിച്ച അതേ പരിപാടി തന്നെയാണ് ഇതിലും. അപ്പം മഞ്ഞമേലൊക്കെ എന്ത് നന്നായിട്ട് ചെയ്തതാണ്. പുള്ളിക്ക് അറിയാം ഏതൊക്കെ സിനിമയിൽ എഫേർട്ട് ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഇടണ്ടാകും. അപ്പോൾ ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴേക്കും പുള്ളി വളരെ മിനിമൽ എഫേർട്ടാണ് ഇട്ടേക്കുന്നത്. അതും ഒരുപാട് എനിക്ക് തോന്നുന്നു ഡയലോഗ്സ് ഒത്തിരി റീറൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം സീനിൽ പറയുന്നതല്ല ഡബ് ചെയ്തിരിക്കുന്നു. ഒരുപാട് സീനുകളിൽ ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. സോ സൗബിന് കിട്ടിയ ക്യാരക്ടർ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എന്താ പറയുക ഭയങ്കര കിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ഭയങ്കര എഫേർട്ടൊന്നും ഇട്ട് ചെയ്തതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സോ സൗബിൻ അങ്ങനെ. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ വരുമ്പോൾ ഞാൻ സത്യമായിട്ടും ഞാൻ വിചാരിച്ചു, ഇതിൽ ട്രെയിലറിൽ ധ്യാനിനെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, സിനിമയിൽ ധ്യാൻ വരുമ്പോൾ നമുക്ക് ധ്യാൻ ഇനിയിപ്പോൾ എന്തൊക്കെ ബോംബുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ധ്യാൻ ശ്രീനിവാസ് എന്ന് പറഞ്ഞ ആക്ടറിനെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്ക് ഇഷ്ടമുള്ള അയൽപ്പക്കത്തെ ഒരാളെ കാണുന്ന പോലെ ഒരു സ്നേഹമാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, ധ്യാനിന്റെ ക്യാരക്ടർ എന്തായിരിക്കും, അതെപ്പോൾ വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴത്തേക്കും ധ്യാൻ വരുമ്പോഴത്തേക്കും ധ്യാനും സ്ഥിരം പരിപാടി തന്നെ മറ്റൊരു ബോംബാണ്. ഒരു രസമില്ലാത്തൊരു ക്യാരക്ടർ. ആടികപ്പിയരെ കൂട്ടമണിയിലെ ലുക്കൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്, പക്ഷെ ഒട്ടും നന്നായിട്ടില്ല ആ ഒരു ക്യാരക്ടർ. കാരണം എന്താ പറയുക, സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു എലവേഷനോ അല്ലെങ്കിൽ ഒന്നുമില്ല. വെറുതെ ധ്യാനിന് ചുമ്മാ അതിൽ പോയപ്പോഴത്തേക്കും മേ ബി ഇയാളുടെ ഫ്രണ്ട് വല്ലതും ആയിരിക്കും. എന്തായാലും ആ ഒരു ക്യാരക്ടർ കൊടുത്ത് അങ്ങനെ പ്ലേ ചെയ്തതുപോലെ തോന്നി. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത്, ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എബ്രഹാം ആണ്. അപ്പോൾ എബ്രഹാം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഷീലു എബ്രഹാമിന് ഇതിനകത്തൊരു റോളും ഉണ്ട്. സ്ഥിരമായിട്ട് അവരെടുക്കുന്ന എല്ലാ പടങ്ങളിലും വരുന്ന പോലെ തന്നെ ഇതിനകത്ത് ഒരു നല്ല റോളുണ്ട്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരിതിനു മുമ്പേ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെല്ലാം നന്നായിട്ട് തന്നെയാണ് ആക്ട് ചെയ്തത്. ഇതിനകത്ത് അവരൊരു വക്കീലിൻ്റെ വേഷം അവർ തെറ്റില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു ആക്ടർ ദിലീഷ് പോത്തനാണ്. ദിലീഷ് പോത്തൻ ഇതിൽ സൗബിൻ്റെ അളിയൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ പിന്നെ നമുക്കറിയാം, അത് കോൺഫിഡൻ്റ് ആണ്. ഏതൊരു റോൾ ഏൽപ്പിച്ചു കൊടുത്താലും അതിന് ചെറിയ പടമാണെങ്കിലും വലിയ പടമാണെങ്കിലും എല്ലാത്തിലും നല്ല ലെവൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അദ്ദേഹം നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും സൂപ്പർ പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് വരുന്നവരും നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള മറ്റൊരു ആക്ട്രസ് എന്ന് പറയുന്നത് ശാന്തി കൃഷ്ണയാണ്. ശാന്തി കൃഷ്ണൻ്റെ ഭർത്താവായിട്ട് വന്ന പുള്ളി ആ ഒരു ആവറേജ് ആണ്. പക്ഷെ ശാന്തി കൃഷ്ണയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു വളരെ ഒരു നെഗറ്റീവ് ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. അവരുടെ ആ ക്യാരക്ടർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു സാധനം നമുക്ക് ഡെലിവർ ആവുന്നുണ്ട്. കാരണം വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ അടിച്ചങ്ങോട്ട് എന്താ പറയുക, സ്ത്രീയായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ
ആ ഒരു അത്രയും ദേഷ്യമേ നമുക്ക് ആ ക്യാരക്ടർ വല്ല ഇടി കൊടുക്കണമെന്നൊക്കെ തോന്നില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് ശാന്തി കൃഷ്ണ അതിനകത്ത് പ്ലേ ചെയ്തിരിക്കുന്നത്. സോ അത് അവർ നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഉർവശിക്കൊക്കെ പറ്റിയൊരു റോളാണ്. പക്ഷേ ശാന്തി കൃഷ്ണയെ കാസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല, അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നല്ല ത്രെഡിനെ ഒരു സിനിമയാക്കി അല്ലെങ്കിൽ ഒരു വലിയ കഥയാക്കി മാറ്റിയപ്പോഴത്തേക്കും അനാവശ്യമായിട്ട് ജോക്സും കാര്യങ്ങളും ഒക്കെ കുത്തിക്കയറ്റാൻ ശ്രമിച്ചു. എല്ലാ ജോക്സും പാളിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് ഒരു എന്താ പറയുക, കണ്ടിരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ വലിയ കണ്ടിരിക്കാനായിട്ട് തോന്നിയില്ല. പക്ഷേ ഒരു ഓക്കെ ഇഷ് മൂവി. ഒരു 5 നമ്മൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 അത്രയൊക്കെ പറയാവുന്നൊരു സിനിമയാണ്. കാരണം ഓക്കെ കുഴപ്പമില്ലാത്തൊരു ത്രെഡുണ്ട്. പിന്നെ കുറച്ച് നാളിന് ശേഷം നമിതയുടെ ഒരു നല്ല പെർഫോമൻസ് കാണാൻ പറ്റി. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാരണം ഒരു 2 കൊടുക്കാം. അല്ലാതെ ഈ സിനിമയിൽ എടുത്തു പറയത്തൊക്കെ ഒന്നും തന്നെയില്ല. പിന്നെ ഈ KSRTC ജീവനക്കാർ അനുഭവിക്കുന്ന കുറച്ച് കഷ്ടതകളും പിന്നെ KSRTCയുടെ ഭാഗത്ത് നിന്ന് അവർക്കുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇറ്റ്സ് എ ഗുഡ് തിങ്. നമുക്കറിയാത്ത കുറേ കാര്യങ്ങളാണ്, അതൊക്കെ വളരെ നന്നായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. സോ എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയൊരു അനുഭവം ഇത്തരത്തിലൊരു അനുഭവമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഇഷ്ടപ്പെടാത്തവരായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJVS എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാതെ ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ഇന്ന് മാലാഖ കഴിഞ്ഞില്ല. ബൈ.